ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത്. ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യവും അതുപോലെ എനിക്ക് ചെറിയ ഒഫീഷ്യൽ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെയാണ് ട്രിവാൻഡ്രത്ത് നിന്നും കൊച്ചിയിലേക്ക് ഞങ്ങൾ വന്നത്. ഇപ്പം ഞങ്ങൾ വന്നതേ വന്ദേ ഭാരതിലാണ്. കുറെ നാൾക്ക് മുന്നേ, അതായത് വന്ദേ ഭാരത് കേരളത്തിൽ വന്ന സമയത്ത് 2023 ഞാൻ ഇതിന്റെ വന്ദേ ഭാരതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത് ജസ്റ്റ് ബ്രാൻഡ് ന്യൂ ട്രെയിൻ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഏകദേശം 2 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും അവർ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ട്രെയിൻ യാത്രയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പം വന്ദേ ഭാരതിന്റെ ട്രിവാൻഡ്രത്ത് നിന്നും കൊച്ചി വരെയുള്ള കാഴ്ചകളിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. ഡൊമിനോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് സമയത്ത് കണ്ടു കഴിഞ്ഞാലും വളരെയധികം പ്രൗഢി തോന്നിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ടൈം ഏകദേശം 5 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് അങ്ങ് സജീവമായി കഴിഞ്ഞു. നിറയെ പാസഞ്ചേഴ്സ് നിൽക്കുന്നത് കാണാം ട്രാവൽ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ട്രെയിനിന്റെ ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റ്ഫോംസ് ഒക്കെ പണ്ടത്തേത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറെ കൂടെ നല്ല നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വെളുപ്പിനെ തന്നെ കംപ്ലീറ്റ് തുടയ്ക്കുന്നുണ്ട്. അതുപോലെ AC വെയിറ്റിംഗ് റൂംസ്, അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എസ്കലേറ്റേഴ്സ് താല്പര്യമുള്ള ആൾക്കാർക്ക് അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എസ്കലേറ്റേഴ്സ് ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇവരിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേസ്റ്റ് ഡംപ് ചെയ്തിട്ടേക്കുന്ന കാണാം. ഇപ്പോൾ അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട്, എസ്പെഷ്യലി ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ നല്ല നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊക്കെ ആ ഒരു അഭിമാനം തോന്നിക്കുന്ന നമ്മളുടെ വന്ദേ ഭാരത് അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. നല്ല നീറ്റായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ടർ ബോഡി എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ട്രെയിൻ വന്ന് നിന്ന ഉടൻ തന്നെ ആ ഓട്ടോമാറ്റിക് ഡോർസ് ഒക്കെ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ 2024 മാനുഫാക്ചർ ചെയ്തേക്കുന്ന ആ ഒരു കോച്ചാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഇവരുടെ ആ ഹോട്ട് കേസും അതുപോലെ ഫ്രീസറും എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. നല്ല നീറ്റാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഓട്ടോമാറ്റിക് ഡോർസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ആദ്യം ട്രാവൽ ചെയ്ത അതേപോലെ തന്നെയാണ്. എല്ലാം നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്. ഈ സീറ്റിന്റെ ഈ ഒരു കളർ തീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ബ്ലൂ കളറിലുള്ള ഈ സീറ്റ്സ്. എല്ലാ സീറ്റിന്റെയും താഴെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജർ പോയിന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇത് അവരുടെ ആ സെന്റർ സീറ്റിന്റെ അവിടെയുള്ള ആ ഒരു ടേബിളാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടേബിളാണ് കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാനും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലുമൊക്കെ ഉള്ള സ്പേസ് അവൈലബിൾ ആണ്. നമ്മുടെ കാലുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഫുഡ് റെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആ ഒരു ടേബിൾ തന്നെയാണ് എല്ലാ സീറ്റ്സിലും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഫ്ലൈറ്റ്സിലൊക്കെ കാണുന്ന പോലെ നമുക്ക് ഫുഡ് വെക്കാനും അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാം. എല്ലാ സീറ്റ്സിലും അവർ രാവിലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യം ടൈമിൽ തന്നെ ആ ഓട്ടോമാറ്റിക് ഡോർസ് ക്ലോസ് ആയി കഴിഞ്ഞു. അത് ഒരു അനൗൺസ്മെന്റോട് കൂടിയാണ് ആ ഡോർസ് ഒക്കെ ക്ലോസ് ചെയ്യുന്നത്. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേസും ഒട്ടും മോശമല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റ് 5:15 മണിക്ക് തന്നെ വന്ദേ ഭാരത് ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കോച്ച് അറ്റൻഡന്റ് എല്ലാ പേർക്കും മിനറൽ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. റെയിൽ നീർ എന്ന് പറഞ്ഞിട്ട് 1/2 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിലാണ് എല്ലാ പേർക്കും സപ്ലൈ ചെയ്തത്. അനൗൺസ്മെന്റ് നടത്താനായിട്ടുള്ള സ്പീക്കേഴ്സ് ഒക്കെ കാണാം. പിന്നെ അതുപോലെ റീഡിംഗ് ലൈറ്റ്സ്, എല്ലാ സീറ്റ്സിന്റെയും മുകളിൽ റീഡിംഗ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ലോക്കോ പൈലറ്റുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ETB സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ ഹാമേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, എമർജൻസിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഹാമേഴ്സ്. പിന്നെ ആ ഫ്ലോറൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഇവിടെ അവൈലബിൾ ആണ്. ട്രെയിനിന്റെ സ്പീഡ്, അതുപോലെ നെക്സ്റ്റ് സ്റ്റേഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ ഡിജിറ്റൽ ഡിസ്പ്ലേയിലും, അതുപോലെ ഇവിടെ ഒരു വൈഡ് സ്ക്രീനും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ അനൗൺസ്മെന്റ്സും അതിനകത്തൂടെ വരുന്നുണ്ട്. വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഫുഡ് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്.
അത് വെജിറ്റേറിയൻ ഫുഡ് അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്, അല്ലെങ്കിൽ ഫുഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നോ ഫുഡ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ കോച്ചിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് കോഫിയും ഒരു നോർമൽ കോഫിയും അതുപോലെ ബിസ്ക്കറ്റ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൈലബിലിറ്റി അനുസരിച്ച് തരുന്നതാണ്. പിന്നെ ഇവർ തന്നേക്കുന്ന ആ ഒരു കപ്പ് കണ്ടോ, അവർ വന്ദേ ഭാരതിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കപ്പിലാണ് അവർ ഈ കോഫിയും എല്ലാം സെർവ് ചെയ്തേക്കുന്നത്. ഓരോ സ്റ്റേഷനിലും ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഓട്ടോമാറ്റിക് ഡോർസ് ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഇവർ നല്ല രീതിയിൽ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം മാത്രമേ ഡോർസ് ക്ലോസ് ആവുകയുള്ളൂ. വൺസ് ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഡോർ ഓപ്പൺ ചെയ്യാനും സാധിക്കില്ല. ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടല്ലോ, ഇത് ഒരു സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഇത് സ്പീഡ് പിക്കപ്പ് ചെയ്യുന്നത്. കണ്ടോ, ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോലും ഇറങ്ങി കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പോൾ തന്നെ നല്ലൊരു സ്പീഡ് അവർ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും ഇവർ ഏകദേശം ഒരു 100-110 km/h മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർ ആ ഒരു ടൈം വളരെ കൃത്യമായിട്ട് പാലിച്ച് ഇവർക്ക് ഓരോ സ്ഥലത്ത് എത്താനായിട്ട് സാധിക്കുന്നത്. ട്രെയിൻ ഏകദേശം കോട്ടയം എത്താറായപ്പോൾ തന്നെ ഇവർ നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രീ ബുക്ക് ചെയ്തതല്ല, ട്രെയിനിനകത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ അതേ ട്രെയിക്കകത്ത് ഒരു ട്രോപ്പിക്കാന അവൈലബിൾ ആണ്. പിന്നെ ഒരു ചെറിയ ഒരു പാക്കറ്റിൽ സാനിറ്റൈസർ ഉണ്ട്, ഒരു വുഡൻ സ്പൂൺ തന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ അതേ ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇവർ ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവരതെല്ലാം പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അതേ ഒരു പാക്കറ്റിനകത്ത് ഒരു വടയാണ് വെച്ചേക്കുന്നത്, ഉഴുന്ന് വട. അതുപോലെ കഴിക്കാനായിട്ട് ഇടിയപ്പമാണ് സെർവ് ചെയ്തേക്കുന്നത്. ഇതിപ്പം നോൺ വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ ആൾക്കാർക്ക് അവർ ഇഡ്ഡലിയാണ് സെർവ് ചെയ്യുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ടക്കറിയുണ്ട്. പിന്നെ അത് ഒരു പാക്കറ്റിനകത്ത് ചട്നി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താന്ന് നോക്കാം, അതൊരു ഡെസേർട്ടാണ്, ഒരു കേസരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ കഴിച്ചു നോക്കിയപ്പോഴും ടേസ്റ്റ് വൈസും എല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവരതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ചൂടുമുണ്ട് ഫുഡിന്. നോർമലി ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ട്രെയിനിലെ ടോയ്ലറ്റ്. അപ്പോൾ ഈ വന്ദേ ഭാരതിൻ്റെ ടോയ്ലറ്റ് ഒന്ന് നോക്കാം. നോർമലി ടോയ്ലറ്റിൽ കയറുമ്പോൾ ഉള്ള ആ ഒരു സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഇവർ ഇതിനകത്ത് എന്തോ ഒരു എയർ ഫ്രഷ്നറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സോപ്പ് ഡിസ്പെൻസർ, അതുപോലെ ടവൽ റാക്കൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഷ് ബേസിൻ അവൈലബിൾ ആണ്. വാഷ് ബേസിൻ്റെ എഡ്ജസിലൊക്കെ കുറച്ച് ഡേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നോർമലി കാണുന്ന പോലെയല്ല. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് ഡ്രയർ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് നല്ല ഫെസിലിറ്റീസ് ആയിട്ടാണ് തോന്നുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ കമ്മോഡും എല്ലാം വളരെ നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. എല്ലാം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റ് തന്നെയാണ്. ഇവിടെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൈൻഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. അത് സെമി ട്രാൻസ്പെറൻറ്റും ആണ്. മറ്റ് എല്ലാ ട്രെയിനുകളിലും ഇത് അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും വന്ദേ ഭാരതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് ഈ പച്ചപ്പൊക്കെ കണ്ടുകൊണ്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. ഈ ട്രെയിനിൽ പോകുമ്പോഴാണ് നമുക്ക് കേരളത്തിൻ്റെ ആ ഗ്രാമങ്ങളിൽ കൂടെയുള്ള ആ ഒരു യാത്ര നമുക്ക് കറക്റ്റായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിൻ പ്രിഫർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും കൃത്യം 3 മണിക്കൂർ കൊണ്ട് തന്നെ വന്ദേ ഭാരത് ട്രിവാൻഡ്രത്ത് നിന്നും കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവർ ആ ടൈം വളരെ കൃത്യമായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവരിവിടെ എത്തിയേക്കുന്നത്. ഇത്രയും കൃത്യനിഷ്ഠ പാലിച്ചുകൊണ്ട് തന്നെ കൃത്യം 3 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രത്ത് നിന്നും കൊച്ചിയിലേക്ക് ഈ വന്ദേ ഭാരതിന് എത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ വന്ദേ ഭാരതിനെയും ഇന്ത്യൻ റെയിൽവേസിനെയും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പിന്നെ നല്ലൊരു യാത്രാനുഭവം തന്നെയാണ് എനിക്ക് ഈ വന്ദേ ഭാരത് സമ്മാനിച്ചത്. ഏതൊരു ഭാരതീയനെ പോലെയും വളരെയധികം അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാം, ഇത് ഇന്ത്യൻ റെയിൽവേസിന്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു അഭിമാനം തന്നെയാണ് ഈ വന്ദേ ഭാരത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു വന്ദേ ഭാരതിന്റെ ഈ ഒരു 2 വർഷത്തിന് ശേഷമുള്ള ആ ഒരു കാഴ്ച? ശരിക്കും പറഞ്ഞാൽ ആ ബ്രാൻഡ് ന്യൂ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു അത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെ അവർ ആ ഒരു നീറ്റ്നെസ്സും അതുപോലെ അവരുടെ ആ ഒരു ശൈലി ഉണ്ടല്ലോ, അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ ഫുഡ് തരുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം അവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ക്ലെൻലിനെസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമുക്ക് എപ്പോഴും ഈ ഇന്ത്യൻ റെയിൽവേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും കുറച്ചും കൂടെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്
നമ്മളുടെ ഏറ്റവും വലിയ ഒരു അഭിമാനമായിട്ടുള്ള ഒരു ട്രെയിൻ ആക്കി തന്നെ മാറ്റാൻ സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ തന്നെയാണ്. ഇന്നും അത് അവർ ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. 5:15 ട്രിവാൻഡ്രത്ത് നിന്ന് എടുത്ത ട്രെയിൻ കറക്റ്റ് 8:15 ആയപ്പോഴത്തേക്ക് കൊച്ചിയിലെത്തി. കേവലം 3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിൽ എത്താനായിട്ട് സാധിച്ചു. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പ്രീ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ട്രെയിനിനകത്ത് കയറിയതിന് ശേഷം അതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് വാങ്ങി കഴിക്കുമായിരുന്നു. ഞങ്ങൾ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു. ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവർ സെർവ് ചെയ്തത്. പിന്നെ ബാത്റൂമിന്റെ ഒക്കെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലെൻലിനെസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോഴും ഓൾമോസ്റ്റ് മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് ഫാർ ബെറ്റർ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലോട്ടോ അല്ലെങ്കിൽ നമുക്ക് കാസർഗോഡ് വരെയുള്ള യാത്ര നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വന്ദേ ഭാരത് തന്നെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ ഈ ഒരു ട്രെയിൻ യാത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് കൂടെ തരണം. ഞങ്ങളുടെ ചാനലായ ഡൊമിനോ ദീപക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡൊമിനോ ദീപക്സ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.